ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു എഗ് കബാബിൻ്റെ റെസിപ്പിയാണ്. 4 മണി ചായയുടെ കൂടെയും ഇഫ്താർ സമയത്തൊക്കെ സ്നാക്കായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിഷും കൂടിയാണിത്. എന്നാൽ നമുക്കിത് പെട്ടെന്ന് എങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കിയാലോ. അതിനായി ഞാനിവിടെ 3 ഉരുളക്കിഴങ്ങ് നന്നായി പുഴുങ്ങി വേവിച്ചെടുത്തിട്ടുണ്ട്. തൊലിയെല്ലാം കളഞ്ഞ് നന്നായി പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ നന്നായി ഒന്ന് കുത്തി ഉടച്ച് മാവ് പരുവത്തിലാക്കിയെടുക്കണം. ഇതുപോലെ കട്ടകളൊന്നും ഇല്ലാതെ വേണം നമുക്കിത് കിട്ടാൻ വേണ്ടി. അതിനുശേഷം ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയതിന് ശേഷം 2 മീഡിയം സൈസ് സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിങ്ങനെ പൊടിയായി അരിഞ്ഞതിന് ശേഷം നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. വലിയ സവാളയാണെങ്കിൽ 1 മാത്രം എടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ചമുളക് ഇടയ്ക്കൊന്ന് കടിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചെറുതായി അരിഞ്ഞിട്ട് കൊടുത്താലും മതിയാവും. അതിനുശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയില കൂടി ഒന്ന് ചെറുതായി അരിഞ്ഞ് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ മസാലയാണ്. 1 ടീസ്പൂൺ ചിക്കൻ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ മസാല ചേർത്ത് കഴിയുമ്പോൾ ഈ കബാബിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുകയും ചെയ്യും. അല്പം ഗരം മസാല കൂടി ചേർത്ത് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി തുടങ്ങുന്നതുവരെ നമുക്കിത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായി വഴന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചുടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല, അതുകൊണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങും ഈ മസാലപ്പൊടികളും എല്ലാം കൂടെ നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇത് ചൂടാറുന്നതിന് വേണ്ടി മാറ്റി വയ്ക്കാം. പിന്നെ ഇവിടെ ഞാൻ ഈ കബാബ് തയ്യാറാക്കുന്നത് കാടമുട്ട ഉപയോഗിച്ചിട്ടാണ്. ഇനി കാടമുട്ടയ്ക്ക് പകരം കോഴിമുട്ട പുഴുങ്ങിയതിന് ശേഷം അതിനെ 4 പീസാക്കി നീളത്തിൽ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ കബാബ് റെഡിയാക്കി എടുക്കാം. കാടമുട്ട ആയതുകൊണ്ട് ഒരു മുട്ട മുഴുവനായി തന്നെ ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. മിക്സിയിൽ നിന്നും അല്പം എടുത്ത് ഉരുളയാക്കി ചെറുതായി കയ്യിലിട്ട് ഇങ്ങനെ പരത്തിയതിന് ശേഷം അതിലേക്ക് കാടമുട്ട വെച്ച് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു സിലിണ്ടർ ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത്. ഇനി ഇതുപോലെ റോൾ ചെയ്ത് ഒരു ബോൾ ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാ കബാബും റെഡിയാക്കിയെടുക്കാം. അതിനുശേഷം 2 കോഴിമുട്ട ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അല്പം കുരുമുളക് പൊടിയും അല്പം ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ കട്ട്ലേറ്റൊക്കെ തയ്യാറാക്കുന്നത് പോലെ തന്നെ കബാബ് ഓരോന്നായി എടുത്ത് കോഴിമുട്ടയിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ബ്രെഡ് ക്രംസിലിട്ട് നന്നായി ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ സ്പൂൺ കൊണ്ട് ചെയ്യുകയാണെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. സ്പൂൺ കൊണ്ട് തന്നെ ബ്രെഡ് ക്രംസ് നന്നായി ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാ കബാബും പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷും കൂടിയാണിത്. ഇനി നമുക്ക് ഓയിൽ ചൂടായതിന് ശേഷം ഓയിലിലേക്ക് ഇട്ടിത് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ലോ ഫ്ലെയിമിലിട്ട് 2 സൈഡും നന്നായി ബ്രൗൺ നിറമാക്കിയതിന് ശേഷം നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കബാബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന കാര്യവും മറക്കരുത്. പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.